ഉമ്മാ കിടന്ന് തോളൊക്കെ എന്നാലും കാര്യമുള്ള കാര്യമാണ്. ആ പൈസ തൂക്കം ഇവിടെ കണ്ടവരെല്ലാരും ഉണ്ട്. 300 തൂക്കിയിട്ടുണ്ട്. 3 എടുക്കത്തില്ല കേട്ടാ. ഒരു പരിഭവം ഞങ്ങള് ആവശ്യമുള്ളപ്പോ മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, നേരെയൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജന്മനാടിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു ലേലക്കടവുണ്ട്. പിള്ളക്കടവ് എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ കരിമീനും അതേപോലെ സിലോപ്പി അങ്ങനെയുള്ള ഒത്തിരി കായൽ മത്സ്യങ്ങൾ വൻ ലാഭത്തിന് മേടിക്കാൻ പറ്റിയ ഒരു കടവാണ്, ഒരു ലേലക്കടവാണിത്. അപ്പം കടവിലെ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുകൂടാതെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ല്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും തരികയും ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു കൈപ്പത്തി വലുപ്പമുള്ള കരിമീൻ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇന്ന് ഇവിടുത്തെ വൻ ലാഭത്തിലാണ് ഇവിടെ കച്ചവടം. നല്ല മഴയും കോളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഏകദേശം വീട്ടുകാരും കറിക്കാരും ഒന്നും മീൻ വാങ്ങിക്കാൻ വന്നിട്ടില്ല. അപ്പം വരുന്നവർക്കൊക്കെ വൻ ലാഭത്തിലാണ് കിട്ടിയത്. ഈ വലിയ കരിമീനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് 1 കിലോ കരിമീനൊക്കെ 200 രൂപയ്ക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഒരു പാത്രം തന്നാണ് ഞാൻ ചെയ്യാൻ. ഇത് തന്നെ ഇപ്പോഴും പറയുന്നത്. ഞാൻ തുണിയപ്പുറക്കൊണ്ട് വരുമോ? അവിടെ കൊണ്ടെങ്കിലും
ഈ പിള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കാർത്തേപ്പള്ളിയിൽ നിന്ന് നേരെ പടിഞ്ഞാട്ട് വിടുമ്പോൾ പുളുക്കി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും. ആ പുളുക്കിയിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡ് നേരെ കയറി ചെല്ലുന്നത് പിള്ളക്കടവിലേക്കാണ്. ഈ പിള്ളക്കടവിൽ ശരിക്കും പറഞ്ഞാൽ ലേലം രാവിലെ 6 മണിയാകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യും. 6-6:30 ആകുമ്പോഴേക്കും ലേലം തുടങ്ങുന്നതാണ്. അപ്പോൾ മാക്സിമം നേരത്തെ തന്നെ എത്തിച്ചേരുക. ഇവിടെ ഞണ്ട്, കൊഞ്ച്, കക്ക ഇറച്ചി, അതേപോലെ തന്നെ നമ്മുടെ താറാവ് മുട്ട അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഈ കടയിൽ കിട്ടുന്നുണ്ട്. ഞണ്ടൊക്കെ നല്ല മുട്ട ഞണ്ട് നോക്കി നമുക്ക് കിട്ടും. അതുകൂടാതെ കരിമീനാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സ്പെഷ്യൽ. കരിമീൻ ഇഷ്ടം പോലെ കരിമീനാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് വീട്ടിലൊക്കെ കറി വെക്കാനൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ നേരെ കരിമീൻ വാങ്ങിക്കാനായിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. അത് കണ്ടില്ലേ, ഒരു കൈപ്പത്തിയുടെ അത്രയും വലുപ്പമുള്ള കരിമീനൊക്കെയാണ് കിട്ടുന്നത്. ഞാനിവിടെ 100 രൂപ താഴെയുള്ള ഒരു മീൻ എടുക്കാൻ പറഞ്ഞു. ഈ ലൈറ്റുകാര് 5 കിലോ മീൻ കൊണ്ടുവന്നതിനകത്ത് 1 കിലോ മീൻ 5 എണ്ണം 3 എണ്ണം പറഞ്ഞാൽ ബാക്കിയുള്ള ബാക്കി ഇഷ്ടമുള്ള ഇട്ടോളാൻ പറഞ്ഞപ്പോൾ പിന്നെ നമ്മളെന്ത് പറയാൻ? ഒരു കിലോ മതിയല്ലേ? അതെടുക്കാനാ? അതെടുക്കുന്നില്ല, കുഞ്ഞുകൊണ്ടാണ് പോവാ. കൊണ്ട് വാങ്ങിയിട്ട് വാരി
അപ്പം ഇവിടുത്തെ ലേലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കടവിലെ അവകാശികൾ ഇവരാ കേട്ടോ. ലേലത്തിൻ്റെ ബാക്കി വരുന്ന മീനുകളെല്ലാം കൊത്തി തിന്നലാണ് ഈ പറയുന്ന താറാവുകളുടെ പരിപാടി. ഇപ്പം ദേ ഇവിടെ ഇട്ടേക്കുന്ന ഈ മാറ്റിയിട്ടേക്കുന്ന മീനുകളെല്ലാം ഇവർ വലയിൽ നിന്ന് പിടിച്ചിടുന്ന ഈ ചെറിയ ചെറിയ മീനുകളുടെയൊക്കെ ഇത് നിങ്ങൾ ഇവിടെ വന്ന് കൊത്തി തിരുന്ന ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നല്ല കാറ്റൊക്കെ കേട്ടോ ഇവിടെ. നമ്മൾ രാവിലെ പറഞ്ഞുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ നേരെ പിള്ളക്കടവിലെത്തി. ഇപ്പോൾ പിള്ളക്കടവിൽ ഇവിടെ ഭയങ്കര വെള്ളവും മഴയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഇന്ന് കറിക്കാരും ഇല്ലായിരുന്നു. പകരം മീൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ മീൻ ഇവരെടുത്തു. പിന്നെ അല്ലാതെ കച്ചവടത്തിനൊക്കെ പോയ രീതികളൊക്കെയാണ് കണ്ടത്. അത്യാവശ്യം വേണ്ടവരല്ലാതെ വന്ന് വാങ്ങിച്ചിട്ട് പോയിരുന്നു. ലേലം ഇന്നിവിടെ ഇല്ലായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴക്കോളും ഇച്ചിരി വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ 2 മാസത്തേക്ക് ഇച്ചിരി മടുപ്പാണെന്നാണ് ഇവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ട് നമുക്ക് ഈ ടൈമിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല ലാഭത്തിന് മീൻ മേടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ശരിക്കും പറഞ്ഞാൽ പിള്ളക്കടവിലുള്ളത്. അപ്പം മീൻ വേണ്ടവരൊക്കെ താല്പര്യമുള്ളവരൊക്കെ വന്ന് മീൻ മേടിക്കുക. കരിമീനും സിലോപ്പിയും അങ്ങനെ ഒത്തിരി മീനുകളുണ്ട്. കരിമീനാണ് മെയിനായിട്ട്. കരിമീൻ ശരിക്കും പറഞ്ഞാൽ നല്ല ലാഭത്തിന് ഇവിടെ കിട്ടും. അപ്പം ഇന്നത്തെ നമ്മളുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.